അപ്പോൾ അതേ നമ്മളങ്ങനെ മൂട്ടിപ്പഴത്തിൻ്റെ മരത്തിൻ്റെ അടുത്തെത്താറായിരിക്കും കേട്ടോ. ഓ തെന്നിക്കാലം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുടംപുളി സീസൺ ആരംഭിച്ചിരിക്കുക കേട്ടോ. നമുക്ക് പഴുത്ത കുടംപുളികൾ കുറേ വീണ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കുടംപുളി വീണ് കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ നാച്ചാറിൻ്റെ കരയിലാണ് നമ്മുടെ മൂട്ടിപ്പഴം നിൽക്കുന്നത്. വാ, നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. നല്ല ചുവന്ന് തുടുത്ത് നിൽക്കുന്ന കാഴ്ച. ഹായ്, ടിജോയ് ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് മൂട്ടിപ്പഴം പറിക്കാനാണ് കേട്ടോ. അപ്പം നമ്മുടെ നാടുകളിൽ ഇപ്പം മൂട്ടിപ്പഴത്തിൻ്റെ സീസണാണ്. അപ്പം അക്കരവനം എന്നറിയപ്പെടുന്ന ചേറാടി ഭാഗത്തേക്കാണ് നമ്മൾ മൂട്ടിപ്പഴം പറിക്കാൻ പോയത്. ഒരു മരം നിറച്ച് ധാരാളം മൂട്ടിപ്പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകൾ, പറിക്കാൻ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വില്ലേജ് വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂട്ടിപ്പഴം പറിക്കാനായിട്ട് അക്കരവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു തോടൊക്കെ കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് തോട്, ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാച്ചാറിലോട്ട് ഒഴുകുന്ന തോടുകളാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് പുഴു ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, തോട്ടപ്പുഴു. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊക്കെ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ, വെള്ളം കരുതേ ഒഴുകി ഒന്നൊരു മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുടംപുളി സീസൺ ആരംഭിച്ചിരിക്കുക കേട്ടോ. നമുക്ക് പഴുത്ത കുടംപുളികൾ കുറേ വീണ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കുടംപുളി വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതേ ഇതിലൂടെ ഇനി കയറി പോകണം. ഇവിടെ എല്ലാം കുടംപുളി വീണ് കിടപ്പുണ്ട്. ഇവിടെ എന്തൊരു വാട്ടർ ടാങ്ക് വേണ്ടെന്ന് തോന്നുന്നു, ജലനിധിയുടെയാണോ എന്നറിയില്ല. അപ്പോൾ റബ്ബർ തോട്ടത്തിൽ കൂടെ നമ്മൾ നടന്നു പോകാം കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ടെന്നാണ് നമ്മുടെ കൂടെയുള്ള ചേട്ടൻ പറഞ്ഞത്. ആ ചേട്ടന് ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാത്രം വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന മലയാണ് അക്കരവനം അല്ലെങ്കിൽ ചേറാടി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമേ. വേണ്ടോ, ഈ കാണുന്ന ചെറിയ ചെറിയ നടപ്പുവഴിയിലൂടെ വേണം നമുക്ക് മൂട്ടിപ്പഴം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. പണ്ട് കാലത്ത് നമ്മുടെ റോഡൊന്നും ഇല്ലാത്ത സമയത്ത് ആശ്രമത്തേക്കുള്ള നടപ്പുവഴികൾ ഏതാണ്ട് ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. അത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടേ. കാന്താരി മുളകൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ തോട്ടത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ടൊരു വീട് എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പെരത്തറയൊക്കെ കാണാം. എൻ്റെ വഴിയിൽ കൂഴച്ചക്കപ്പഴം വീണ് പഴുത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ടോ. ഈച്ചയൊക്കെ ആർക്കുന്നു. ചക്ക കിടക്കുന്നു കേട്ടോ. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ചക്കകളൊന്നും ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കൊക്കോയൊക്കെ പഴുത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്നു. ഇത് പോകുന്ന വഴിക്ക് കണ്ടാട്ടോ ഒരു വക്കില്ലാത്ത കിണർ, പൊട്ടക്കിണർ. വെള്ളമുണ്ടോ, നല്ല ആഴമുണ്ട് കേട്ടോ. അയ്യോ, ഇവയ്ക്കൊക്കെ നടക്കുന്നവർ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കണ്ട ഇവിടെ ഒരു കിണറുണ്ടോയെന്ന് പോലും മനസ്സിലാക്കിയില്ല. കൈവരിയില്ലാത്ത കിണർ. ഇത് വെള്ളം ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഉണ്ടോ. അപ്പോൾ അതേ നമ്മൾ നടന്ന് നമ്മൾ മൂട്ടിപ്പഴത്തിൻ്റെ ആ മരത്തിൻ്റെ അടുത്ത് തിറ കേട്ടോ. ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ ചുവന്ന് നിൽക്കുന്ന കാഴ്ച കാണാം. നമുക്ക് എന്തായാലും പോയി നോക്കാവേ. ആ മരത്തിൽ നിറച്ച് കായുണ്ട്. പഴുത്തോ ഇല്ലേന്നൊക്കെ നോക്കാം. പഴുത്തെങ്കിൽ കുറച്ച് പറിക്കാം. ആ നച്ചാറ് നമ്മൾ കടന്നിട്ട് വേണം മൂട്ടിപ്പഴത്തിൻ്റെ അടുത്തേക്ക് എത്താൻ. ഇതുണ്ട്, ഒരുപാട് പനകൾ നിൽപ്പുണ്ടേ. ഈ പനയുടെ പേര് ആഴ്ത്തുംപന എന്ന്. ഒരുപാട് ആഴ്ത്തുംപനകളുണ്ട്. ഇവിടുത്തെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊന്നും കണ്ടാലോ. ഇതുണ്ടോ, നൈസ്. ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മൂട്ടിപ്പഴം നിൽക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. നല്ലൊരു വനത്തിൻ്റെ ആംബിയൻസിലൊരു വെള്ളച്ചാട്ടം. ഇവിടെ നിന്നാണ് നമ്മുടെ കൊട്ടവടി മലയ്ക്കും ജലന്ധറിനൊക്കെ ജലനിധിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് കേട്ടോ. പോസ്റ്റ് കിട്ടാവുന്ന കാഴ്ച കാണാം. അപ്പോൾ അതേ നമ്മൾ ഈ നാച്ചാർ കിടക്കും കേട്ടോ. വെള്ളമുണ്ട് അത്യാവശ്യം. ഇതാണ് നമ്മുടെ നാച്ചാറിൻ്റെ കരയിലാണ് നമ്മുടെ മൂട്ടിപ്പഴം നിൽക്കുന്നത്. വാ, നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. നല്ല ചുവന്ന് തുടുത്ത് നിൽക്കുന്ന കാഴ്ച. അപ്പോൾ അതേ നമ്മളങ്ങനെ മൂട്ടിപ്പഴത്തിൻ്റെ മരത്തിൻ്റെ അടുത്തെത്താറായിരിക്കും കേട്ടോ. ഓ തെന്നിക്കാലം. അപ്പോൾ അതേ നമുക്ക് ഈ മരത്തിൻ്റെ അടിയിൽക്കൂടെ വേണം പോകാൻ. കാലൊക്കെ മസിൽ കയറിയും തോന്നും. അപ്പോൾ അതേ നമ്മൾ ആ മൂട്ടിപ്പഴ മരത്തിൻ്റെ അടുത്ത് എത്താറായിരിക്കും. മൂട്ടിപ്പഴം വീണ് കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൂട്ടിപ്പഴം മരം. നോക്കി, നല്ല ചോരത്തുള്ളി പോലെ മൂട്ടിപ്പഴം കിടക്കുന്നു. ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ഉണ്ടോ? അപ്പോൾ ഇതേ നമ്മൾ മൂട്ടിപ്പഴം പറിച്ചു നോക്കുവാണ്. ഇത് പൊട്ടിച്ച് നോക്കാം, കടിച്ചു നോക്കാം. ഇത് കണ്ടോ? ഇതാണ് നമ്മൾ കഴിക്കേണ്ട സാധനം. അത്യാവശ്യം മധുരം ഉണ്ടോ സാധനമാണേ, ചെറിയ പുളിയും. ഇതൊക്കെ നമുക്ക് കടയിൽ കൊണ്ടു കൊടുത്താൽ പൈസ കിട്ടുമേ. എനിക്കൊന്ന് കിലോയ്ക്ക് 50 രൂപയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഈ മൂട്ടിപ്പഴമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന നമ്മുടെ ഇവിടുത്തെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ കരീംബായി എന്ന് പറയും. ആൾ ഈ അടുത്ത കാലത്ത് മരിച്ചു പോയായിരുന്നു. അപ്പം ആൾ എല്ലാ വർഷവും ഇവർക്ക് ഈ മൂട്ടിപ്പഴം പറിച്ചെടുത്തിട്ട് വന്ന് മൂലട്ടൻ അവിടെ കൊണ്ടാൽ വിൽക്കുമായിരുന്നു. അപ്പോൾ ആളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. മൂട്ടിപ്പഴമുള്ള സമയത്ത് മൂട്ടിപ്പഴവും അതുപോലെ കണിക്കൊന്നയുള്ള സമയത്ത് അത് പറിച്ചു വിൽക്കുന്നതായിരുന്നു ആളുടെ പരിപാടി. പക്ഷേ ആൾ ഈ ഫെബ്രുവരി മാസത്തിൽ മരിച്ചു പോയിട്ടോ. നമ്മുടെ കരീംബായി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരുന്നത്. എൻ്റെ ഇവിടെ തൊട്ട് അവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പഴുത്ത് വീണെടുക്കുന്നതിൻ്റെ കാഴ്ചയെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഉപ്പും കൊണ്ട് വന്നേക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് ഈ തോട്ടപ്പുഴും ഉണ്ട്. ഇത് എൻ്റെ കാലയിൽ കയറിയിട്ടുണ്ട്. ഇത് ഞാൻ എവിടെ പോയാലും പോയോ ഇത് കണ്ടോ, നമുക്ക് കുറച്ച് ഉപ്പിട്ടും കൊടുക്കാം. ഇത് കണ്ടോ, പോയി. ഉപ്പിട്ട് കൊടുത്താൽ മതി, പൊക്കോളും. ഇത് അടുത്തത്. ഇത് തന്നെ പൊക്കോളും ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ വെച്ച് തീ കാണിച്ചാലും മതി. പോണു. പോയി. അത്രേ ഉള്ളൂ പരിപാടി. കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോരയൊക്കെ വന്ന് ആമത്തെ നാശക്കോടാലിയോ. എന്തായാലും നമുക്കിത് ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് മൂട്ടിപ്പഴം പറിച്ചുകൊണ്ട് പോവാം. ഇതുണ്ടോ, ഈ കുരങ്ങൊക്കെ വന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ട് കുരങ്ങൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നു. അതായത് ഈ പൊട്ടിച്ചോട്ടിട്ടാക്കുന്നത് കാണും താഴെ. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് കൊലയായിട്ട് എടുക്കാം. ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. ഇത് പഴുത്ത ഇത്തിരി താഴെ പോകുന്നുണ്ടേ. ഇതുണ്ടോ, ഇത് ചുമ്മാ ഇരുന്നാലും ഇമ്മ നശിച്ചു പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറിച്ചുകൊണ്ട് പോകുന്നതിൽ കുറച്ച് കഴിക്കാമല്ലോ എന്നോർത്ത് പറിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പഴമാണ് ഇതൊക്കെ പച്ചയാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അധികം പറിക്കുന്നില്ല. ഏതാണ്ട് ഇതൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ വേണ്ട ഒരു അരക്കൂടത്തിൽ പറിച്ചു കേട്ടോ. ഇത് മതി, ഇതുകൊണ്ട് പോകാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അക്കരെ വനത്തിലെ മൂട്ടിപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.